പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1 കൊരിന്ത്യർ 15-10 എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനം എഴുതിയപ്പോൾ 1 കൊരിന്ത്യർ 15-10 നാം വായിച്ചത്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതയാത്രയിൽ പൗലോസ് എത്രയോ സിമ്പിളായി താഴ്മയുള്ളവനായി നമ്മോട് പറയുകയാണ്, എൻ്റെ വിജയമുണ്ടല്ലോ, എൻ്റെ ഈ ആത്മീയ ജീവിതത്തിലുള്ള എൻ്റെ വിജയം അത് എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒന്നു മാത്രമാണ്. അത് എൻ്റെ ശക്തി കൊണ്ടല്ല ഞാൻ വിജയിച്ചത്. ഞാൻ ഒരു അപ്പോസ്തലൻ എന്ന് പേര് വിളിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. യേശു കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ഏറ്റവും ആദ്യം താൻ തൻ്റെ 12 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, അതിനുശേഷം 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി, ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. ഏറ്റവും ഒടുവിലാണ് എനിക്ക് പ്രത്യക്ഷനായത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ പറയുകയാണ്, ഞാൻ നേടിയിരിക്കുന്നത് എല്ലാം എൻ്റെ കഴിവുകൊണ്ടല്ല, ഞാനൊരു കഴിവില്ലാത്ത മനുഷ്യനാണ് എന്ന് പൗലോസ് തന്നെ വെളിപ്പെടുത്തി പറയുകയാണ്. പൗലോസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിൽ ഗമാലേക്കിന്റെ പാദപീഠത്തിലിരുന്ന് ദൈവത്തിന്റെ വചനം സൂക്ഷ്മതയോടെ പഠിച്ചവനാണ് പൗലോസ്. 2 പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അരാമ്യ ഭാഷ, ഗ്രീക്ക് ഭാഷ, ഹീബ്രു ഭാഷ, ഈ ഭാഷകളിലെല്ലാം വളരെ പണ്ഡിതനാണ്. കപ്പൽ പ്രമാണിയാണ്, വളരെ ധനികനാണ്. ആ മനുഷ്യൻ, ഇത്രയും വിദ്യാസമ്പന്നനായ ആ മനുഷ്യൻ വളരെ സിമ്പിളായി പറയുകയാണ്, വളരെ താഴ്മയോടെ പറയുകയാണ്, ഞാൻ ഈ ആയിരിക്കുന്നതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ചൊരിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് ആയിരിക്കുന്നത്. എൻ്റെ ആത്മീയ ഉയർച്ചയുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവമാണ് എന്നെ ഈ ജോലിയെല്ലാം ചെയ്യുന്നതിന് എന്നെ അർഹനായി ഇരിക്കുന്നത്. ഞാനൊരു അപ്പോസ്തലൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഏറ്റവും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ആ അകാല പ്രജ, ഹല്ലേലൂയ, അപ്പോസ്തലൻ എന്ന പേര് പോലും പറയുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുകയാണ്. എന്താണ് പറയുന്നത്? അപ്പോസ്തല പ്രവൃത്തി 9 നമ്മൾ പഠിക്കുമ്പോൾ മേലധികാരികൾ എന്ന് അധികാരപത്രവുമായി ക്രിസ്ത്യാനികളെ ബന്ധനത്തിലാക്കുവാൻ, പ്രോസിക്യൂട്ട് ചെയ്യുവാൻ അധികാരവുമായി വന്ന അപ്പോസ്തലനായ പൗലോസിനെ ദമസ്കോസിന്റെ നേർവീതി എന്ന ആ തെരുവിൽ വച്ച് യേശു കർത്താവ് അവനെ സന്ദർശിക്കുകയാണ്. വലിയ ഒരു പ്രകാശം അവന്റെ ചുറ്റും മിന്നി. അവനോട് പറയുകയാണ്, പൗലോസേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ആരെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. അവിടെ വച്ച് തന്നെ ദൈവം അവന് മാനസാന്തരം ഉണ്ടാവുകയാണ്. അവൻ വിശ്വാസ സ്നാനമേറ്റ് ദൈവകൃപ പ്രാപിച്ച് അനന്യാസ് വന്ന് അവന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കല്ലിൽ നിന്ന് ചെതുമ്പലിറ്റിട്ട് വീണ് അവൻ ഡിവൈൻ പവർ അവന്റെ മേൽ വരികയാണ്. ഡിവൈൻ പവർ, ദൈവികമായ ശക്തി അവന്റെ മേൽ വരികയാണ്. അങ്ങനെ അവൻ ദൈവത്തിനു വേണ്ടി വളരെ ജോലി ചെയ്യുവാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, എങ്കിലും ഞാനാകുന്ന ദൈവകൃപയാലാകുന്നു. എന്നെ ഒരു അപ്പോസ്തലൻ എന്ന് വിളിക്കൂ. ഞാൻ ക്രിസ്ത്യാനികളിൽ വളരെയധികം ഉപദ്രവിച്ച മനുഷ്യനാണ്. ഞാൻ ക്രിസ്ത്യാനികൾക്ക് എതിരായി പോരാടിയ മനുഷ്യനാണ്. അങ്ങനെ അതുകൊണ്ട് എന്നെ അപ്പോസ്തലൻ എന്ന് വിളിക്കുവാൻ ഞാൻ ഒരിക്കലും യോഗ്യനല്ല. അങ്ങനെ ആ യോഗ്യനല്ലാത്ത എന്നെ ദൈവം അതിനുവേണ്ടി എടുത്ത് ഉപയോഗിച്ചു എന്ന് പൗലോസ് പറയുകയാണ്. ഞാൻ 3 മിഷണറി ജേർണി നടത്തിയതാണ് പൗലോസ്. യൂറോപ്പ്, ആഫ്രിക്ക,
യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ മൈനർ മുതലായ 3 ഭൂഖണ്ഡങ്ങളിൽ 3 മിഷണറി യാത്രകൾ നടത്തി. ആ മിഷണറി യാത്രകൾ നടത്തി ഇത് കോരിന്ത്യ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് നമ്മൾ വായിച്ചത്. അവരോട് പറയുകയാണ്, ഈ അകാല പ്രജയുള്ള എനിക്കും പ്രത്യക്ഷനായി, ഞാൻ അപ്പോസ്തലൻ എന്ന് വിളിക്കുവാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല എന്ന് പറയുകയാണ്. ഞാൻ ആയിരിക്കുന്നത് മുഴുവനും ദൈവത്തിന്റെ കൃപയാലാണ്. അവനാണല്ലോ എനിക്ക് എല്ലാം തന്നത്. എങ്കിലും അവൻ എനിക്ക് അവസാനം അവൻ എനിക്കും പ്രത്യക്ഷനായി എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാണ്, അവന്റെ ദയയാണ് എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൃപയാൽ. അതുകൊണ്ട് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. അപ്പോസ്തലനായ പൗലോസ് താൻ എഫെസ്യ ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ, അതും ദൈവത്തിന്റെ കൃപയാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ദൈവഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുന്നത് എന്താണ്? അത് ദൈവത്തിന്റെ കൃപയാണ്. അതിലും നമ്മൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ, ആ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ മഹത്വം എടുക്കരുത്. മുഴുവനും മഹത്വവും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. നമ്മ അവന്റെ കയ്യിലെ സൃഷ്ടിയാണ് എന്ന് അവൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയാണ്, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിനുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യം അത്രേ നീതീകരിക്കപ്പെട്ടു. ക്രിസ്തു അവന്റെ കൃപയാൽ, അവിടെയും പൗലോസ് പറയുകയാണ്, എല്ലാം ആയിരിക്കുന്നത് അവന്റെ കൃപയാണ്. എന്റെ ജീവിതത്തിൽ എല്ലാം ആയിരിക്കുന്നത് അവന്റെ കൃപയാണ്. അവന്റെ കൃപയില്ലെങ്കിൽ എനിക്കൊന്നും മതിയില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് തനിക്ക് രോഗബാധിതനായപ്പോൾ 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ ദൈവം അവനോട് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എനിക്ക് ഈ ലോകത്തിലുള്ള എല്ലാം എനിക്ക് ദൈവം തരുന്നത്, ഹല്ലേലൂയ, എന്നെ ശക്തനാക്കുന്നവന് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്റെ കഴിവല്ല, എനിക്ക് യാതൊരു കഴിവുമില്ല, എല്ലാം ദൈവം എനിക്ക് തന്ന ദാനമാണ്. എത്ര താഴ്മയോടെയാണ് അവൻ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നു നോക്കി. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് സ്വർഗീയ ദർശനങ്ങളെ കണ്ട് തിരിച്ചു വന്ന പൗലോസ് ഈ ലോകത്തിലുള്ളതെല്ലാം ചവറ് എന്ന് എണ്ണുന്ന പൗലോസ് പറയുകയാണ്, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. ഇപ്പോൾ ഞാനാകുന്നുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. അതല്ലാതെ എന്റെ ശക്തിയല്ല, എന്റെ കഴിവല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. കുറിവാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. ദൈവത്തിന്റെ വലിയ കൃപയുണ്ടല്ലോ, ആ വലിയ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴത്തുള്ള ഈ അവസ്ഥയിൽ ആയിരിക്കുന്നത്. അത് എന്റെ കഴിവല്ല, എനിക്ക് യാതൊരു കഴിവുമില്ല, അപ്പോസ്തലൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ ദൈവം എന്നോട് കൃപ കാണിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടത് അത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം എന്നെ പിടിച്ചത് അത് ദൈവത്തിന്റെ കൃപയാണ്. എനിക്ക് യാതൊരു ശക്തിയുമില്ല. വളരെ എളിമയോടെ ദൈവമക്കളായ നമ്മുടെ ജീവിതയാത്രയിൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഹല്ലേലൂയ അത്രയും പാണ്ഡിത്യവും അത്രയും കഴിവും അത്രയും സമ്പത്തുണ്ടായിട്ടും എത്ര എളിമയോടെ അവൻ സംസാരിക്കുന്നു നോക്കി. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. എളിമയോടെ ഹംബിളായി മറ്റുള്ളവർ എഴുതുവാനും സംസാരിക്കുവാനും നമ്മൾ പഠിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുന്നു.